ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോയതാണ്. ഇനി കുറച്ച് വീഡിയോസായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ വാഗമണിലേക്കാണ് സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോയത്. ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് കണ്ടിട്ട് ഞങ്ങൾ പോകാനായിട്ട് കാശൊക്കെ കൊടുത്തതായിരുന്നു. ഒരാൾക്ക് 990 റുപ്പീസ്, അതായത് 990 രൂപയായിരുന്നു. അപ്പം വെളുപ്പിന് 4 മണിക്ക് കാട്ടാക്കടയിൽ നിന്ന് 4:30 കാട്ടാക്കടയിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചാണ്. മോനെ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഏകദേശം 2:30 ആയിട്ടുണ്ടായിരുന്നു. അച്ഛനും കൂടി ഇനി റെഡിയാവാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി കാറിൽ കാട്ടക്കടയിലേക്ക് പോയി. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോയി. ഞങ്ങളൊരു 3:30 കഴിഞ്ഞ സമയത്ത്, 3:30 കേട്ടോ അവർ പറഞ്ഞിരുന്ന സമയം. അപ്പം 3:30 ആയ സമയത്ത് ഞങ്ങൾ കാട്ടക്കട എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. ഒരു 4 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. ഒരു ടൂറിസ്റ്റ് ബസ്സാണ് അവിടെ നിന്ന് വന്നത്. ഞങ്ങൾ ഒരെണ്ണമാണ് കണ്ടത്. ടോട്ടൽ 3 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. 2 വലുതും 1 ചെറുതും. ഇൻസ്റ്റഗ്രാം പേജ് ഏതാണെന്നുള്ളത് ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാം. ശരിക്കും ഈ ട്രിപ്പിൻ്റെ കാര്യം പോകുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ സ്ഥലം കവർ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. എന്നാലും നോക്കാമെന്ന് വിചാരിച്ച് പോയി. ഇതേ ഞങ്ങൾ കാട്ടാക്കട എത്തിയിട്ടുണ്ട്. ഈ ഒരു ടൂറിസ്റ്റ് ബസ്സാണ് ഞങ്ങൾ പോയത്. ഇതിലാണ് കയറിയത്. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കയറാമെന്ന് ചോദിച്ചാൽ ആളുകളൊക്കെ വന്നിട്ട് അവിടെ പുറത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്. ബാക്കി ബസ് വേറെ ഏതോ റൂട്ട് കൂടിയൊക്കെയാണ് വരുന്നത്. മൊത്തം 3 ബസ് ഉണ്ടായിരുന്നു. 3 ബസ് ഫില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ വഴിയിൽ നിന്ന് ആളുകൾ കയറുന്നുണ്ടായിരുന്നു. നെടുമങ്ങാട് റൂട്ട് അങ്ങനെ എങ്ങാണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾ കയറി. അങ്ങനെ ഇതേ കാട്ടാക്കടയിൽ നിന്ന് ഞങ്ങൾ ബസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ട്രിപ്പായിരിക്കും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കാട്ടാക്കടയിൽ നിന്ന് വാഗമണിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു പേജ് ഞാൻ ഇപ്പോൾ കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് മൈ ട്രിപ്പ് മേക്കർ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഞങ്ങൾ വാഗമണിലേക്ക് പോയത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ബഹളമൊക്കെ ഉണ്ടാക്കി കുറേയൊക്കെ ആക്കിയതിന് ശേഷം അവർ വൊമിറ്റൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ ഉറങ്ങാൻ വേണ്ടി കേൾക്കാണ്ട് ബഹളം ഉണ്ടാക്കി. പിന്നെ അങ്ങനെ വൊമിറ്റ് ചെയ്ത് പിന്നെ ബസ് യാത്ര വെച്ചിട്ട് പാടാണ്. വൊമിറ്റ് ചെയ്തിട്ട് നേരെ ഇരുന്നൊക്കെ ഉറങ്ങി നോക്കി കേട്ടോ. പിന്നെ ഞാനിത് എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് എൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി സുഖമായിട്ട് അന്നേരം ഉറങ്ങി. തലേ ദിവസം എൻ്റെ അടുത്ത് മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവനാണ് ഇപ്പോഴത്തെ ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. വാഷ്റൂമിലൊക്കെ പോയി വന്നു. പെട്രോളും അടിച്ചു. പെട്രോളല്ലല്ലോ ഇതിനകത്ത്, ഡീസലും അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യം ബാക്കി 2 വണ്ടികൾ എത്തിയിട്ടില്ല. അവരെത്താൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഒരാൾ ഉറക്കം എണ്ണീറ്റ് റെഡി ആയിരിക്കുകയായിരുന്നു. ഞാൻ അന്നേരം ചോദിക്കുകയും ചെയ്തു, എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ നെഞ്ചത്തോട് ചേർന്ന് നടന്നാണല്ലോ ഉറങ്ങിയതെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പ്രഷനൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ഇത് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ ഒരു ഫിഷ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. റെയിൻകോട്ടും എടുത്തിട്ടുണ്ട്, കുടയും എടുത്തിട്ടുണ്ട്. റെയിൻകോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് കിട്ടത്തില്ലേ, ഇവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു റെയിൻകോട്ട് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നത്. ആ കിടക്കുന്നില്ല റെഡ് ബസ്, അതാണ് ഒരു ചെറിയ ബസ് ഞങ്ങളുടെ കൂടെ വന്നത്. അപ്പോൾ വേറൊരു ബസ് കൂടി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയത്ത് മുണ്ടക്കൈ എത്താറാവുന്ന ആ ഒരു സമയത്ത് ഉള്ളതാണ്. ഈ ഒരു വ്യൂ കണ്ടിട്ട് നല്ല രസം തോന്നി ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ നല്ല നല്ല വ്യൂ ഒക്കെ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും മോനും ഇടയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അവൻ ഒരു വട്ടം വൊമിറ്റ് ചെയ്തതുള്ളൂ ചെറുതായിട്ട്. അതെനിക്ക് തോന്നുന്നു രാവിലെ ഫുഡ് കഴിക്കാണ്ടാണ് വന്നത്, അതിൻ്റേതായിരുന്നു. പിന്നെ നേരെ ഒന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ, അത്ര സമയമായിട്ടില്ല. പിന്നെ അവരുടെ ഒരു ഗുണം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഐറ്റിനറിയിൽ ടൈമൊക്കെ തരുന്നുണ്ട്. ഇത്ര സമയത്ത് ഇന്നടത്തെത്തും, ഇത്ര സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കറക്റ്റ് അത് പെർഫെക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എത്തി നമുക്ക് എല്ലായിടവും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റ് ഒരിടത്ത് വന്നപ്പോഴത്തേക്ക് ലാഗായി, അല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മുണ്ടക്കൈ എത്തി. ഈ ഒരു സ്ഥലത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ അച്ഛൻ ഇവിടെയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അച്ഛൻ നേരത്തെ ചർച്ചിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടുക്കിയിലായിരുന്നു.
അന്നേരം ഈ ഒരു സ്ഥലത്തൂടെയാണ് സ്ഥിരം യാത്ര ചെയ്യാറുള്ളത് എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആ ഒരു ഹോട്ടലിലെത്തി. ഹോട്ടൽ നല്ല ഇവിടെ താമസസൗകര്യം എല്ലാം ഉൾപ്പെടെയുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കണ്ടപ്പോഴത്തേക്കും മോൻ ഇതിനകത്ത് ഇറങ്ങി കയറി കളിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് മുകളിലത്തെ നിലയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും ഞാനൊരു വീഡിയോ എടുത്തതായിരുന്നത്. കേരള മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് അങ്ങനെ എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് ബൊഫേ ആയിരുന്നു. ഞാൻ വാങ്ങിയത് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു. പിന്നെ ഒരുപാട് ഫില്ലാക്കാൻ നിന്നില്ല, യാത്ര ചെയ്യുന്നതായതുകൊണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നു. കാര്യം താഴെയും എല്ലാം ബിസി ആയതുകൊണ്ട് കുറേ പേര് മുകളിൽ കയറി. അപ്പോൾ ഞാൻ മുകളിൽ കയറിയപ്പോൾ വ്യൂ കണ്ടതാണ് നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല നല്ല വ്യൂ ഇടുക്കിയിൽ കയറുമ്പോഴേക്കും ഇതുപോലെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങളുടെ യാത്ര ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ളത് വീഡിയോസായിട്ട് ഇടുന്നുണ്ട്, കണ്ടിന്യൂസായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക. നല്ല ഭംഗിയുണ്ടായിരുന്നു. കോടമഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മഞ്ഞുണ്ട്. പിന്നെ ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇവിടെ കണ്ടോ നല്ല മഞ്ഞുണ്ട്. ചിലയിടത്ത് മഞ്ഞില്ല, കാറ്റടിച്ചത് മാറ്റുന്നുണ്ടായിരുന്നു. ചിലയിടത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു. ചില സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പോയ സമയത്ത്. അങ്ങനെ ഞങ്ങൾ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസിലെത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തി ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് ഈ ഒരു വാട്ടർഫോൾസ് കണ്ടു. ഞാനച്ഛനും മോനും വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ഉടനെ നല്ല മഴ പെയ്തു. മഴ അല്ലെങ്കിൽ തുള്ളി ഇടുന്നുണ്ടായിരുന്നു. നല്ല മഴ പെയ്തു. പിന്നെ ഓടി ബസ്സിൽ കയറി. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മഴ പെയ്യുന്നത്. പിന്നെ ബസ്സിൽ കയറി ബസ്സിൽ ഗ്ലാസ്സൊക്കെ അടച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോഴേക്കും നോക്കുമ്പോഴേ ഇതേ സൈഡിലെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്നു. നല്ല മഞ്ഞായിരുന്നു. പിന്നെ ഈ ഒരു സ്പോട്ടിൽ കുറച്ച് നേരം ഇറങ്ങാൻ പറ്റുള്ളൂ മഴയായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിക്കകത്തെല്ലാം ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. ഇവരെല്ലാവരും സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ ആർക്കും അറിയത്തില്ല. അത്രയും എൻജോയ് ചെയ്യണമെങ്കിൽ ആ ഒരു ട്രിപ്പ് എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും മഴ പോയി. പിന്നെ ഞാൻ അതിൻ്റെ വിൻഡോ തുറന്നിട്ടു. അപ്പോഴേക്കും കാണാം നല്ല മഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇത്രയും മഞ്ഞിൽ ഞാൻ ഇടുക്കിയിൽ വന്നിട്ടുണ്ട്. മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര മഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര മഞ്ഞ് മൂന്നാർ വന്നിട്ട് കണ്ടിട്ടേ ഇല്ല. ഒരു വട്ടം വന്നപ്പോഴത്തേക്കും മൂന്നാർ ഇങ്ങനെ വെയിലും തണുത്ത കാറ്റുമൊക്കെ ആയിരുന്നു. ഒരു വട്ടം വന്നപ്പോൾ മഞ്ഞുണ്ട്, പക്ഷേ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ആ ഒരു അന്തരീക്ഷത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ വന്നപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഇത്രയും മഞ്ഞോട് കൂടിയ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ കാണുന്നത്. അല്ലാണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് പൊന്മുടി ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ഇടുക്കിയിൽ വരുമ്പോൾ. അങ്ങനെ ഞങ്ങളുടെ വാഗമൺ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വളവ് വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വേറൊരു ബസ് കാണാൻ പറ്റും. ആ പുറകിൽ വരുന്നില്ലേ, അത് ഞങ്ങളുടെ ബസ്സായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന ബസ്സാണ്. പിന്നെ ടീ എസ്റ്റേറ്റിൽ ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത ടീ എസ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴ ആയതുകൊണ്ട് ഇറക്കാത്തതാണെന്നാണ് പറഞ്ഞത്. ആ ഫ്രണ്ടിൽ പോകുന്നില്ലേ, അത് നമ്മളെ കൂടെ വന്ന ബസ്സാണ്. അതുകൊണ്ട് ആ ഒരു ഇത് മാത്രമാണ് എനിക്ക് മിസ്സായതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടി നിർത്തി കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് ആസ്വദിച്ചു. താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് എടുത്തിട്ട് താഴോട്ട് പോയപ്പോഴും ആ താഴെ കാണുന്നില്ലേ റോഡ്, അതുവഴിയാണ് പോയത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒരു എസ്റ്റേറ്റിൻ്റെ പേര്. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ വളഞ്ഞ് അതുവഴി പോയതായിരുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബസ്സിൽ പാട്ടിട്ട് ഇവിടെ ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. ഇതിനിടയിൽ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങി. തണുപ്പാണെന്നൊന്നും നമുക്ക് ഒരു വിഷയമല്ലായിരുന്നു. ഐസ്ക്രീം കണ്ടപ്പോൾ കൊതി തോന്നി വാങ്ങി കഴിച്ചതാണ്. അങ്ങനെ ഇവിടെ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങിയത്. മഞ്ഞ് ഇറങ്ങുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് പോകുന്നുമുണ്ട്. ഈ സമയത്ത് മോൻ പറഞ്ഞു അവന് തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്, ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ബസ്സിനകത്ത് കയറുമ്പോൾ ഇട്ടുതരാം. അങ്ങനെ ലാസ്റ്റ് ഇവിടെ മുതൽ അവൻ ജാക്കറ്റിലായിരുന്നു
യാത്ര. ഞങ്ങളാരും ജാക്കറ്റ് ഇട്ടില്ല, കുഴപ്പമില്ലാത്ത തണുപ്പായിരുന്നു. തണുപ്പുണ്ട്, പക്ഷെ ചിലർക്കൊന്നും അത് ഓക്കെ ആയിരിക്കത്തില്ലായിരിക്കും. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അച്ഛന് ഈ തണുപ്പ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി യാത്രാ വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് പാർട്ടിലിടാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.